അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു ബീൻസ് തോരനാണ്. അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. അപ്പോൾ നമുക്ക് നമ്മുടെ ബീൻസ് തോരൻ ഉണ്ടാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തേക്കുന്നത് ഒരു കൈപ്പിടി ബീൻസാണ്. ബീൻസ് എടുക്കുമ്പോൾ ഒത്തിരി മൂക്കാത്ത ബീൻസ് എടുക്കാൻ ശ്രദ്ധിക്കുക. നമുക്ക് ആദ്യം ഇതൊന്ന് കട്ട് ചെയ്യണം. ഇതിൻ്റെ സൈഡിലൊരു നാരുണ്ട്, അത് ഇങ്ങനെ കട്ട് ചെയ്തെടുത്ത് മാറ്റാം. എന്നിട്ട് ചെറുതായിട്ട് കനം കുറച്ച് അരിഞ്ഞെടുക്കാം. ഇതാ ഞാനിങ്ങനെ ചെറുതായിട്ട് കനം കുറച്ചാണ് അരിഞ്ഞേക്കണത്. അപ്പോൾ ഞാനിതെല്ലാം ഒന്ന് അരിഞ്ഞെടുക്കട്ടെ, അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇതാ നമ്മുടെ ബീൻസ് എല്ലാം ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചു. ഇനി ഒരു 5-6 ചെറിയ ഉള്ളി കൂടെ ഇതിൻ്റെ കൂടെ അരിഞ്ഞിടാം. അപ്പോൾ ചെറിയ ഉള്ളി ഇല്ലെങ്കിൽ ഒരു ചെറിയ കഷ്ണം സവാളയായാലും മതി. ഇപ്പോൾ അതാ ചെറിയ ഉള്ളിയും കൂടെ അരിഞ്ഞിട്ടു. ഇനി നമുക്ക് തോരൻ ഉണ്ടാക്കാൻ തുടങ്ങാം. ഒരു ചീനച്ചട്ടി ചൂടാക്കാൻ വേണ്ടി വയ്ക്കാം. ഞാനൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചീനച്ചട്ടി ചൂടാകുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ചൂടായിട്ടുണ്ട്, എണ്ണ ഒഴിച്ച് കൊടുക്കുവാണ്. ഒരു 2 ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണ ചൂടായിട്ട് വരുമ്പോൾ നമുക്കിതിലേക്കൊരു 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വന്നിട്ടുണ്ട്. ഒരു വറ്റൽമുളക് കട്ട് ചെയ്തത്, കുറച്ച് കറിവേപ്പില. ഇനി ഇതിലേക്ക് നമ്മുടെ ബീൻസ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തു. ഇതിലേക്ക് നമുക്ക് നമ്മുടെ ബീൻസിന് ആവശ്യമായിട്ടുള്ള കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അരപ്പിന് നമുക്ക് പ്രത്യേകം ചേർക്കാം. ഇപ്പം ബീൻസിനുള്ളത് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തു. ഇനി ഇതിലേക്ക് നമുക്കൊരു 3-4 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഒത്തിരി വെള്ളം ഒഴിക്കണ്ട, ബീൻസിൽ ഓൾറെഡി വെള്ളമുണ്ട്. കുറച്ച് വെള്ളം മാത്രം ഒഴിച്ച് കൊടുക്കാം. ഇനി നമുക്ക് അടച്ചു വെച്ച് കൊടുക്കാം. തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വയ്ക്കുക. ഇതൊന്ന് വെന്ത് വരട്ടെ. ആ സമയം കൊണ്ട് നമുക്കിതിൻ്റെ അരപ്പ് തയ്യാറാക്കിയെടുക്കാം. അരപ്പിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തേക്കുന്നത് ഒരു 1/2 കപ്പിൻ്റെ അടുത്ത് തേങ്ങയാണ്. പിന്നെ നമുക്ക് വേണ്ടത് 2 പച്ചമുളക്. പച്ചമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ച് എടുത്തോണം. പിന്നെ 2 ചെറിയ ഉള്ളി. ചിലർ തോരൻ്റെ അകത്ത് ജീരകം ചേർക്കാറുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർക്കാം. നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് 1/4 ടീസ്പൂണിൻ്റെ അടുത്ത് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് അരപ്പിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ ബീൻസിൽ ഓൾറെഡി ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഈ അരപ്പിന് വേണ്ടി ഉപ്പ് മാത്രം ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കൊരു മിക്സി ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. മുളകൊന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. അതേപോലെ ചെറിയ ഉള്ളി. ഇനി ജസ്റ്റ് ഒന്ന് കറക്കിയെടുക്കാം. ഒത്തിരി അരക്കണ്ട, നമ്മൾ തോരനൊക്കെ ഒതുക്കി ഇടൂലേ അതേമാതിരി. അപ്പോൾ ഞാനിതൊന്ന് കറക്കിയെടുത്തിട്ട് വരാം. ഇതാ നമ്മുടെ അരപ്പ് റെഡി ആയിട്ടുണ്ട്. ഇതിവിടെ മാറ്റി വയ്ക്കാം. ഇതാ നമ്മുടെ ബീൻസിൻ്റെ വെള്ളമൊക്കെ അത്യാവശ്യം വറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ അരപ്പ് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇളക്കണ്ട, ജസ്റ്റ് ഒന്ന് കവർ ചെയ്ത് വയ്ക്കാം. നന്നായിട്ടൊന്ന് ആവി കയറട്ടെ. ഇപ്പോൾ തീ കുറച്ചാണ് വെച്ചേക്കണത്. ഒരു 2 മിനിറ്റ് ഇങ്ങനെ ഇരിക്കട്ടെ. എന്നിട്ട് നമുക്ക് തുറന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അപ്പോൾ അത് ഒരു 2 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. നന്നായിട്ട് ഇനി ഇളക്കി കൊടുക്കാം. ഇനി തീ കൂട്ടി വെച്ചിട്ട് ഒരു 2 മിനിറ്റ് കൊണ്ട് നമുക്ക് ഇളക്കി കൊടുക്കാം. നമ്മുടെ തോരൻ്റെ വെള്ളമയമൊക്കെ പോയിട്ട് നന്നായിട്ടൊന്ന് ഡ്രൈ ആയിട്ട് വരാൻ വേണ്ടിയിട്ടാണ്. ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക, കുറവാണെങ്കിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതാ ഒരു 2 മിനിറ്റോളം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തു. നമ്മുടെ തോരൻ്റെ വെള്ളമയമൊക്കെ പോയിട്ട് നന്നായിട്ട് ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇത്രയും മതി. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. അപ്പോൾ അതാ ഇത്രയേ ഉള്ളൂ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള നാടൻ ബീൻസ് തോരൻ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എന്നിട്ട് അഭിപ്രായങ്ങളൊന്നും അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇനി പുതിയ റെസിപ്പി ആയിട്ട് വരുന്നവരേക്കും താങ്ക് യു സോ മച്ച്. ബൈ.